ജോർദനിൽ വെടിയേറ്റ് മരിച്ച തുമ്പ സ്വദേശി തോമസ് ഗബ്രിയേൽ പെരേരയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. ഇന്ന് പുലർച്ചെയാണ് നാട്ടിലെത്തിച്ചത്. സംസ്കാര ചടങ്ങുകൾ തുമ്പ സെന്റ് ജോൺസ് ദേവാലയത്തിൽ നടക്കും. ഫെബ്രുവരി 10-നാണ് ജോർദാൻ അതിർത്തിയിൽ വെച്ച് പെരേരയ്ക്ക് വെടിയേറ്റത്. സ്വാന്തന സാജു വിവരങ്ങളുമായി ചേരുന്നു. സ്വാന്തന, സംസ്കാരം എപ്പോഴാണ്? ജോർദാനിൽ വെടിയേറ്റ് മരിച്ച മലയാളിയുടെ മൃതദേഹം ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ചത്. തുമ്പയിലുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിലാണ് മൃതദേഹം എത്തിച്ചത്. പ്രത്യേക വിമാനത്തിലാണ് സർക്കാരിന്റെ അടക്കം ആവശ്യപ്രകാരം എന്ന മൃതദേഹം എത്തിച്ചത്. അതിനുശേഷം വീട്ടിൽ പൊതുദർശനം ഉണ്ടായിരുന്നു. പൊതുദർശനത്തിന് ശേഷം ഇപ്പോൾ തുമ്പ സെന്റ് ജോൺസ് പള്ളിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം അല്പ സമയം മുമ്പാണ് സംസ്കരിച്ചത്. നിരവധി പേരാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നത്. വളരെ വൈകാരികമായ രംഗങ്ങൾ തന്നെയായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 10-നാണ് ഇദ്ദേഹം ഗബ്രിയേൽ പെരേര അദ്ദേഹം ജോർദാനിലേക്ക് പോകുന്നത്. ജോർദാനിലെത്തി ആദ്യം കുടുംബത്തെ അവിടെ വെച്ച് ബന്ധപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തെ ഫോണിൽ കിട്ടാതെ വന്നതോടെയാണ് അദ്ദേഹത്തിന്റെ കുടുംബം എംബസിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കാണാനില്ല എന്നുള്ള വിവരം അറിയിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിനൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധുവായ മറ്റൊരാൾ കൂടി ഇത്തരത്തിൽ ജോർദാനിലേക്ക് പോയിരുന്നു. ഇവർ രണ്ടുപേരും കൂടി ഇസ്രയേലിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് അതിർത്തിയിൽ വെച്ച് ഈ ജോർദാൻ സൈന്യത്തിന്റെ വെടിയേറ്റ് മരിച്ചത് എന്നുള്ള വിവരം പിന്നീട് എംബസി വഴി കുടുംബം അറിയുന്നത്. അന്ന് മുതൽക്ക് തന്നെ ഇദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം സർക്കാരിനെ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെയും ചെയ്ത് ഇന്ന് രാവിലെ ഏതാണ്ട് 1:30 മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. നിലവിൽ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തി ബന്ധുക്കളെയും മറ്റും കണ്ടിരുന്നു. എങ്ങനെയാണ് ഇത്തരത്തിലൊരു വെടിയേൽക്കാനുണ്ടായ കാരണം എങ്ങനെയാണ് എന്ന് അന്വേഷിക്കണമെന്ന് തന്നെയാണ് അദ്ദേഹവും നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി സാന്തന.